കോൺഗ്രസിൻ്റെ സൗന്ദര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സൗന്ദര്യം എന്ന് പറയുന്നത് തങ്ങളുടെ നേതാവിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിന് യാതൊരു മടിയോ ലജ്ജയോ അവർ കാണിക്കാറില്ല എന്നുള്ളതാണ് ആ സൗന്ദര്യം. പിണറായി അടിമകളായിട്ട് നിരനിരയായിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഈ സൗന്ദര്യം റോഷിബാല കൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ അത് പറഞ്ഞാൽ മതി സാറേ, ഇതിൽ പറഞ്ഞാൽ മതി റോഷിബാല ആ കൂട്ടത്തിൽ വരുമോ എന്നുള്ളത്. അപ്പോൾ ആ സൗന്ദര്യത്തെ വേറെ രീതിയിൽ വളച്ചൊടിച്ച് ഇതിനിടയിൽ തല്ലാണ്, KC വിഭാഗമാണ് ഇപ്പോൾ കളികൾ നടത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെ യഥാർത്ഥത്തിൽ കാണേണ്ടത്, കാരണം 10 വർഷം പിണറായിയാണ് ഭരിച്ചത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം വരുന്ന മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന KSU സംസ്ഥാന പ്രസിഡന്റിൻ്റെ, അതേപോലെ തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് വക്താവായിട്ട് സ്ഥിരം വന്ന് സംസാരിക്കുന്ന ജിൻഡോ ജോണിൻ്റെ അഭിപ്രായം, ഇതിനെയൊക്കെ കാണേണ്ടത് കോൺഗ്രസിൻ്റെ സൗന്ദര്യമായിട്ടാണ്. കാരണം പിണറായി അടിമകളെപ്പോലെ നിലനിൽക്കാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ശരിക്കും അംഗീകരിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന ഈ വിവാദങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വിവാദങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് വിവാദങ്ങളല്ല വരുന്നത്. മുഖ്യമന്ത്രിക്ക് കുറെ സുതാര്യമായി തൻ്റെ നിലപാടുകൾ വിശദീകരിക്കാനുള്ള അവസരം ഉണ്ടാകും. കാരണം അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടായാലേ ഇതൊന്നും പറയാൻ പറ്റൂ. ഈ വിഴിഞ്ഞം കരാറിൻ്റെ വ്യവസ്ഥ, PMCയുടെ വ്യവസ്ഥ, ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്ത് പറയാൻ കൂടുതൽ സജീവമായി വന്നത് വിവാദങ്ങളുണ്ടാക്കി മാധ്യമപ്രവർത്തകരുടെ കൊനഷ്ട് ചോദ്യങ്ങളാണ്. നല്ല രീതിയിൽ ഉദ്ദേശിച്ച് ചോദിച്ചല്ല, എന്നാൽ പോലും അത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ കൃത്യമായി സന്ദേശം പറഞ്ഞു. ഇനി താങ്കൾ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. KSU ആണിപ്പോൾ കയറി ഒരു വിവാദ ചർച്ചയ്ക്ക് തുടക്കം കൊടുത്തിരിക്കുന്നത്. KSUക്കാരോട് ആലോചിക്കാതെ, അല്ലെങ്കിൽ KSU പ്രവർത്തകർക്ക് കൊടുത്ത ലിസ്റ്റ് പരിഗണിക്കാതെ ABVP-ക്കാരെയും SFIക്കാരെയും ഒക്കെ ഇവരുടെ പ്ലീഡറിൻ്റെ ലിസ്റ്റിലേക്ക്, DGPയുടെയും GPയുടെയും ഒക്കെ പ്ലീഡറിൻ്റെ ലിസ്റ്റിലേക്ക് നിയമിച്ചു. അത് തെറ്റാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അവർ ജയിപ്പിച്ച KSU ഒക്കെ ജയിപ്പിച്ച UDF അല്ലെ കോൺഗ്രസ് എന്നാണ് പറയുന്നത്. ഒരു സംശയം എനിക്കുണ്ട്. KSUക്കാർ മറന്നു പോകുന്നൊരു കാര്യം, KSU എന്നുള്ള വിദ്യാർത്ഥി സംഘടന നിർജീവമായിട്ട് കുറേ കൊല്ലങ്ങളായി. ഒരു ജലപീരങ്കി പ്രയോഗം കൊണ്ട് തുടർച്ചയായിട്ടൊരു സമരം നടത്താൻ പറ്റിയിട്ടില്ല. 2, എത്ര കോളേജിൽ ഇവർക്ക് കൗൺസിലർമാരുണ്ട്? പ്രധാനപ്പെട്ട ഏതെങ്കിലും കോളേജിൽ ഇവർക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ കുറേ ഭരണത്തിൻ്റെ ബലത്തിൽ കുറേ ജയിക്കും, അല്ലെങ്കിൽ ജയിക്കാൻ പറ്റിയിട്ടുണ്ടോ? KSUവിൻ്റെ ജയിച്ച കൗൺസിലർമാരുടെ എണ്ണം വെച്ച് KSUവിൻ്റെ ശക്തി ഇളക്കുക. അപ്പോൾ അവർക്ക് കേരള ഭരണത്തിൽ ജനങ്ങളെല്ലാവരും കൂടെ വോട്ട് ചെയ്ത് ജനങ്ങളെല്ലാവർക്കും വേണ്ടി ഭരിക്കേണ്ട ഒരു ഗവൺമെൻറ്റിനെ ഡയറക്റ്റ് ചെയ്യാനുള്ള അവകാശം അവരുണ്ടോ? സ്വയം ആർജിക്കണം. അവർക്ക് നിർദ്ദേശമായിട്ട് വയ്ക്കാം, എടുത്താൽ നല്ലത്. എടുക്കാത്തതിൻ്റെ പേരിൽ ഇപ്പം ഇനി ആളെ GP ആക്കണം, ജിൻഡോ ജോണിനെ GP ആക്കണം, അല്ലെ DGP ആക്കണം എന്ന് നിർദ്ദേശം വേണേൽ KSUവിന് വയ്ക്കാം. അത് എടുക്കുകയോ വേണം തീരുമാനിക്കേണ്ടവരെ. ആ അവകാശത്തെ കൈയടക്കാൻ അവർക്ക് ആരാ അവകാശം കൊടുത്ത്? ചീഫ് മിനിസ്റ്ററുടെ അല്ലെ മന്ത്രിസഭയുടെ അവകാശത്തെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമല്ല ഞാൻ പറയുന്നത്. ആ അവകാശത്തിൽ ഞങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ABVP-ക്കാരനാക്കി. ആരെയാക്കി? ഇവിടെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിട്ട് ബന്ധപ്പെടാതെ കൊള്ളാവുന്ന വക്കീലിനെ കിട്ടിയില്ല. ഇനിയും KSUക്കാർ അറിവിലേക്ക്, അല്ലെ KC വേണുഗോപാലിൻ്റെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. KC വേണുഗോപാലിനെയൊക്കെ നിയന്ത്രിക്കുന്ന ചിദംബരം എന്ന് പറഞ്ഞ ധനകാര്യമന്ത്രിയുണ്ട്, ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ചിദംബരത്തിൻ്റെ ഭാര്യ ആരാന്നറിയോ? നളിനി ചിദംബരം. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വക്കീലാണ്. ഇവിടെ പഴയ ലോട്ടറി കുംഭകോണത്തിൽ സാന്റിയാഗോ മാർട്ടിനും ഫാരിസ് അബൂബക്കർ ലോട്ടറി കുംഭകോണ സമയത്ത് KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയും പിള്ളേർ വഴി കിടന്ന് അടികൊള്ളുമ്പം അവർക്ക് വേണ്ടി, ആ ലോട്ടറി കുംഭകോണക്കാർക്ക് വേണ്ടി സുപ്രീം കോടതി വരെ വാദിക്കാൻ പോയ 2 വക്കീലന്മാരുണ്ട്. ഒന്ന് ചിദംബരത്തിൻ്റെ ഭാര്യ നളിനി ചിദംബരം, അവരുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു. KSUക്കാർക്ക് പരാതിയില്ലേ? രാജ്യത്തെ വിൽക്കുന്ന കച്ചവടത്തിന് കൂട്ടുന്നവന്മാർ അവരിപ്പോഴും വർക്കിംഗ് കമ്പനി തുടരുക. KSUക്കാർക്ക് ഒരു പരാതിയില്ലേ? ഇനി വീണ്ടും സംഘവി എന്ന് പറഞ്ഞ ആൾ, അയാൾ ഇത് തന്നെ ലോട്ടറി കേസിൽ അവർക്ക് വേണ്ടി ഹാജരാകുകയായി. അത് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇവരോടൊന്നും പ്രതിഷേധമില്ലേ? ഇവിടെ ഇന്നലെ വരെ കാര്യമായിട്ടൊന്നും എന്താണോ ഒരു നല്ല വക്കീലാണോ? അപ്പോൾ KSUക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഭരണകക്ഷിയായി കഴിയുമ്പോൾ സാധാരണഗതിയിൽ സ്വൽപ്പമൊക്കെ മാറ്റം വരും. പക്ഷെ മറിച്ച് ഇവിടെ നഗ്നമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രതിപക്ഷങ്ങൾ സമരം ചെയ്യുന്ന സമയത്ത് ആണ് ചിദംബരത്തിൻ്റെ ഭാര്യയും സാങ്വിയും ഒക്കെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന്, അല്ലെ ഫാരിസ് അബൂബക്കറും
ഇവർക്ക് വേണ്ടി വാദിക്കാൻ പോയത്, സാന്റിയാഗോ മാർട്ടിന് വേണ്ടി വാദിക്കാൻ പോയത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ്. അവർക്ക് അതേ നേതാക്കന്മാരെ അംഗീകരിക്കുകയും ഇവിടെ സതീശനെ എതിർക്കുകയും ചെയ്തതിൽ എന്തർത്ഥം? സതീശനങ്ങ് ഇരുന്നല്ലേ ഉള്ളൂ ആ സീറ്റിൽ. അത് അവിടെ ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഫയലൊക്കെ ഒന്ന് പഠിച്ചു വരാൻ കുറേ സമയമെടുക്കും. ചില വിഷയങ്ങൾ തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കും. അത് ചിലപ്പോൾ അറിയാതെ പാളിച്ചകൾ വരും. അത് തിരുത്തുന്നതിലല്ല മാന്യത. ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുണ്ട്. നിങ്ങളാരെങ്കിലും KS നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് സതീശൻ പറഞ്ഞോ? അല്ല നിങ്ങൾക്കെതിരായിട്ട് പോലീസ് കേസ് എടുക്കാൻ പറഞ്ഞോ? എങ്കിൽ പറയാം എന്നെ അവമാനിച്ചു, അലോഷിയും അല്ലെ KSന്റെ ഭാരവാഹികൾ എന്നെ കുറ്റപ്പെടുത്തി, അവരെ പിടിച്ച് അകത്തിടാൻ പറഞ്ഞോ? പിണറായി പറയുന്ന പോലെ എത്രയോ പേരെ തലതല്ലി പൊട്ടിക്കാൻ വന്നോ സതീശന്റെ പോലീസ്? എന്തായാലും മന്ത്രിസഭ, VD സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് എന്തായിരുന്നു? രക്ഷാപ്രവർത്തനം എന്ന പേരിൽ തലമണ്ട അടിച്ച് പൊട്ടിച്ച നടപടിയെടുക്കും, പോലീസുകാർക്കെതിരെ നടപടി എടുത്തു എന്നുള്ളതാണ്. ആ കേസ് നടക്കുന്നു, നടപടി എടുക്കോ ഇല്ലയോ എന്നുള്ള നമുക്ക് 3-4 ദിവസത്തിനുള്ളിൽ അറിയാം എന്നാ സംഭവിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് തിടുക്കപ്പെട്ടൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് മന്ത്രിയോട് പറയാൻ പറ്റിയല്ല. മന്ത്രിയോട് തിടുക്കപ്പെട്ട് കാര്യം ചെയ്യാൻ, പക്ഷെ മറിച്ച് ആ കാര്യം ചെയ്യാൻ ഒരു പരിധി വിട്ട കാലതാമസം ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് കോൺഗ്രസ് എല്ലാ കാലത്തും ചോദ്യം ചെയ്യും. ഇന്ന് മാത്രമല്ല, എല്ലാ കാലത്തും ആ ചോദ്യം ചെയ്തിട്ടുണ്ട്. എപ്പോഴും ചെയ്യാതിരുന്നേ? ഇപ്പൊ KC വേണുഗോപാലൊക്കെ കരുണാകരനെ ചോദ്യം ചെയ്യില്ലേ? അങ്ങനെയല്ലേ തിരുത്തൽവാദി ഉണ്ടായത്? കോൺഗ്രസ് സംഘടനയെ വളർത്തിക്കൊണ്ടല്ലേ ഉണ്ടായത്? കോൺഗ്രസ് തിരുവനന്തപുരം ജില്ല ഇല്ലാതായതിന്റെ കാരണം എങ്ങനെയാ? ഈ തിരുത്തൽവാദി പ്രസ്ഥാനമല്ലേ? പറയുകയാണ്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ KC വേണുഗോപാലിന്റെ ഔദാര്യം വലിയ നേതാവെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ കേരളം ഒഴിച്ചുള്ള ഏത് ജില്ലയിലെ സംസ്ഥാനത്ത് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്? പുറത്ത് ഏതെങ്കിലും ഉത്തർപ്രദേശ്, ബീഹാർ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടോ? അഖിലേന്ത്യാ സെക്രട്ടറി എന്നാ പറയുന്നത്. കേരളത്തിന്റെ പോലും സെക്രട്ടറി അല്ല. ആ മനുഷ്യൻ വലിയ നേതാവാണെന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസിന്റെ വ്യക്താവ് നേതാവ് KC വേണുഗോപാലിനെ എതിർക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. പക്ഷെ KC വേണുഗോപാലിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പോലെ അല്പന്മാര് ഈ സംഘടനയെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നു. അതാണ് തർക്കം. രണ്ടുപേരാണ് ഇപ്പം ഈ വിഷയത്തിൽ പ്ലീഡർ നിയമനത്തിൽ എതിരഭിപ്രായം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അതിലൊന്ന് ചാനൽ ചർച്ചകളിൽ വക്താവായിട്ട് വരുന്ന അനൂപാണ്. മറ്റൊന്ന് KSU സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അലോഷ്യസ് സേവ്യറാണ്. അപ്പോൾ ഇവരെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവിനൊക്കെ അനുമതി നൽകി. അവർക്ക് ശശികലയുടെ ഒപ്പം പോയിട്ട് നിവേദനം കൊടുക്കാൻ പറ്റി. അതെന്നിട്ട് RV ബാബു അനുഭാവപൂർവ്വമാണ് മുഖ്യമന്ത്രി കേട്ടത് എന്നൊക്കെ ഫേസ്ബുക്കിൽ കുറിപ്പൊക്കെ എഴുതുകയുണ്ടായി. അപ്പോൾ അവർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുന്നു. പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദിയുടെ RSS നേതാക്കൾക്ക് വളരെ എളുപ്പത്തിൽ ആക്സസിബിൾ ആവുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് KSU പ്രവർത്തകരായിട്ടുള്ള, അല്ലെങ്കിൽ KSUയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള അലോഷ്യസ് സേവ്യർ വിളിച്ചിട്ട് അനുമതി ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നത്? അത് ശരിയായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അത് സ്വാഭാവികം തന്നെയല്ലേ? കോമൺ സെൻസ് ഉണ്ടാവുന്ന അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ വീട്ടിലേക്ക്, അത് സ്വാഭാവികം. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളോ സ്വന്തക്കാരോ അനിയന്മാരോ ചേട്ടന്മാരോ ആരെങ്കിലും കടന്നു വരുന്നു. അതുപോലെ തന്നെ സാധാരണ വരാറില്ലാത്ത 2 ഗസ്റ്റ് വരുന്നു, പുറത്തുനിന്ന് ദൂരെ നിന്ന് വരുന്നു. നമ്മൾ ആർക്ക് പ്രൊമിനൻസ് കൊടുക്കും? വരുന്ന ഗസ്റ്റിന് കൊടുക്കും. കാരണം ഇവർ നമ്മുടെ വീട്ടിലുള്ളവരാണ്, ഇപ്പോൾ വേണം സംസാരിക്കാം. KSUക്കാർക്ക് അതിന് മുഹൂർത്തമൊന്നും കുറിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അലോഷ്യസ് സേവ്യറിന് അനുമതി നിഷേധിച്ചു എന്നാണ് പറയുന്നത്. അത് എത്രമാത്രം കറക്റ്റ് ആണ് ആ വിഷയത്തിൽ VD സതീശൻ പ്രതികരിക്കേണ്ടതാണ്. അല്ലേ എടോ, ഇപ്പൊ കാണാൻ പറ്റിയല്ല. അലോഷ്യത്തിനോട് സതീശന് പറയാനുള്ള അവകാശമില്ലേ? ഇവിടെ എനിക്കിപ്പോൾ കാണാൻ ഒത്തിരി അസൗകര്യമുണ്ട്. എനിക്ക് BJPക്കാരെ കാണേണ്ടത് തന്നെയാണ്. അവർ വിരുദ്ധമായ ചേരിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെ സമരം ചെയ്യുന്ന കക്ഷിയാണ് BJP. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കണ്ടേ? എന്നാലേ അവരോട് മറുപടി പറയാൻ പറ്റുള്ളൂ. അത് കേൾക്കാതിരുന്നാലോ? ഇപ്പം നിയമസഭയിൽ ഈ 3 രാജീവ് ചന്ദ്രശേഖറും മുരളീധരനും ഗോപകുമാറുണ്ട് അല്ലേ? 3 പേർ, അല്ല ബാബുകുമാറുണ്ട്, 3 പേരുണ്ട്. ഈ 3 പേരെ നിയമസഭയിൽ ഏറ്റവും സംസാരിക്കുമ്പോൾ എന്നാ ചെയ്യുന്നത്? അവർ ഐക്യവേദിയുടെ പ്രതിനിധികളല്ലേ, സംഘപരിവാറിൻ്റെ ആൾക്കാരല്ലേ? അപ്പോൾ സതീശൻ നിങ്ങളോട് സംസാരിക്കുകയില്ല, ഞാൻ മറുപടി പറയുകയാണെന്ന് പറയാൻ പറ്റുമോ സതീശൻ? അപ്പോൾ MLA എന്നുള്ള നിലയിലല്ല, ജനങ്ങളുടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധികളെ കാണും, ഒരു സംഘടനയുടെ ആൾക്കാരെ കാണും. അല്ല, VD സതീശൻ പറയുകയും ചെയ്തല്ലോ, അത് ഞാൻ കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ മാത്രം മുഖ്യമന്ത്രിയാണോ? ആണോ? ഞാൻ കേരള സംസ്ഥാനത്തിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ എനിക്ക് എന്നെ കാണാൻ സമസ്തയുടെ നേതാവ് വന്നിട്ടുണ്ട്, ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ മറ്റ് പല നേതാക്കളും വന്നിട്ടുണ്ട്. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ RSS നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മസ്കറ്റ് ഹോട്ടലിൽ ഈ ഔദ്യോഗിക വാഹനം പോലും ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ പോയി അടച്ച മുറിയിൽ നടത്തിയ ചർച്ച പോലെയല്ല
നൂറുകണക്കിന് ആളുകളുടെ മുമ്പിലാണ് വന്നിട്ട് അവർ നിവേദനം നൽകിയത്. ആ ഫോട്ടോ RV ബാബു ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു. ഒരു മടിയില്ല, കാണേണ്ടത് തന്നെയാണെന്നാണ്. കാരണം അവരും കേരളത്തിലെ ആളുകളാണ്. ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു പോയിന്റ്, എന്തുകൊണ്ടാണ് ഈ സമസ്തയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ വന്നപ്പോൾ പ്രശ്നമാക്കാത്തത് എന്താണ്? അല്ല, അത് BJP വിരുദ്ധ രാഷ്ട്രീയം കോൺഗ്രസ് തുടരുന്നു, സമസ്ത വിരുദ്ധ രാഷ്ട്രീയം കോൺഗ്രസ് തുടരുന്നില്ല, അല്ല കോൺഗ്രസിന് ഇപ്പോൾ ഇല്ല. അതാണ് കാരണം, വേറെ സിമ്പിൾ കാരണമാണ്. ഇപ്പോൾ BJP വിരുദ്ധ രാഷ്ട്രീയം കോൺഗ്രസ് അവരുടെ നയങ്ങളെ എതിർക്കുന്നത്. സതീശൻ അവരുടെ മീറ്റിംഗിൽ പോയി BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറയണോ ഇത്? RV ബാബുവിനെ ജയിപ്പിക്കണം എന്ന് പറയണോ ഇത്? അല്ല, VD സതീശൻ പത്രസമ്മേളനത്തിൽ പറയുക ചെയ്തൊരു കാര്യമുണ്ട്. ഈ RV ബാബുവിനെ പോലെ ആളുകൾ നിരന്തരമായിട്ട് എനിക്കെതിരെ സംസാരിക്കുന്ന ആളുകളാ, അവർക്കാണ് ഞാൻ അനുമതി കൊടുത്തിരിക്കുന്നത്. അത് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അത് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിയാണെന്നുള്ള മെസ്സേജാണ്. എന്തൊക്കെ എനിക്കെതിരെ ആരൊക്കെ എതിർപ്പുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അവരോട് വെറുപ്പ്, എനിക്കെതിരെ എന്താണ് അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളെ വെറുപ്പോട് കൂടിയിട്ടല്ല സമീപിക്കേണ്ടത്, അവരെയും സ്വീകരിക്കണം എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വിശാലമായ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. വികലമായ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുന്നവർക്ക് എല്ലാം കുറ്റം, വിവാദങ്ങളും വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഇവിടെ എന്താണ്, തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ, KSCയുടെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത്? അവർക്ക് എന്താണ് ഇതിൽ കാര്യം? അവർക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു കണക്കിന് ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ശരിയാണ്. അഭിനന്ദനാർഹമാണ് VD സതീശൻ്റെ ആ നിലപാട് എന്നാണ് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. കാരണം കോൺഗ്രസ് ഒരു കുടുംബ പാർട്ടിയല്ല എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. കോൺഗ്രസ് ഒരു കുടുംബ പാർട്ടിയല്ല, പാർട്ടിക്കാരെയൊക്കെ തിരികെ കയറ്റുന്നു എന്ന് പറയുന്ന പരാതിയായിരുന്നു CPM നേരിട്ടുകൊണ്ടിരുന്നത്. അതേ സ്വഭാവം തന്നെ VD സതീശനും സ്വീകരിക്കണം എന്നാണോ പറയുക? ഇനിയിപ്പോൾ KSU പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ വെക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു യോഗ്യതയില്ലാത്ത ആളുകളെ KSUക്കാരനാണ് എന്നുള്ള ഒറ്റ പേരിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക, മറ്റേ പരാതി ഇവിടെ അപ്ലിക്കബിൾ ആവില്ലേ? പാർട്ടിക്കാരെ തിരികെ കയറ്റി. ഇവിടെ അദ്ദേഹം കാണിച്ചിരിക്കുന്ന വളരെ ജനാധിപത്യപരമായിട്ടുള്ള വളരെ വിശാല അർത്ഥത്തിലുള്ള ഒരു നിലപാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻ ലോ കോളേജിലെ SFI പ്രവർത്തകയാണ് സർക്കാർ അഭിഭാഷകയായിട്ട് വെച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ. അതോടൊപ്പം തന്നെ ABVP പ്രവർത്തകനെയാണ് അഭിഭാഷകനായിട്ട് വെച്ചിരിക്കുന്നത്. ഇവർ രണ്ടും കോൺഗ്രസിന് വിരുദ്ധ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചവരാണ്. പക്ഷേ എങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അവരെ വെക്കാമെന്ന് പറയുന്ന ഒരു വലിയ ജനാധിപത്യത്തിന്റെ ഒരു സംഗതിയാണ്, ഒരു ഫ്രെയിംവർക്കാണ് ഇവിടെ വർക്കൗട്ട് ആയിരിക്കുന്നത്. ഒരു കാര്യം, കേരളത്തിലെ മുഴുവൻ ലോ കോളേജുകളിലും കഴിഞ്ഞ പല വർഷങ്ങളായി SFI തന്നെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ലോ കോളേജിൽ പഠിച്ച് പാസ്സായിട്ട് വന്ന ആരെയെങ്കിലും ഒരു 10 പേരെ വെച്ചാൽ അതിൽ 2 പേരെങ്കിലും SFIക്കാരായിരിക്കും. ഒഴിവാക്കാൻ പറ്റില്ല, അവരേ ഉള്ളൂ. KSU അത്രയ്ക്ക് ഇല്ലെന്നേ. അതുകൂടെ KSUവിൻ്റെ ശക്തിയും കൂടെ നോക്ക്. അങ്ങനെ ഒരു ബാർഗനിങ് പവറിലേക്ക് എത്താൻ മാത്രമുള്ള ശക്തി KSU ഉണ്ടായിട്ടില്ല. മുഴുവൻ പേരും SFIക്കാരായിരിക്കും. ലോ കോളേജിലൊക്കെ ജയിക്കുമ്പോൾ 90% വോട്ടായിട്ട് തന്നെ. അതിൻ്റെ അന്ന് എത്ര KSUക്കാരനെ തപ്പിയെടുക്കാൻ പറ്റും ലീഡറാക്കാനായിട്ട്? അവൻ ജയിച്ചിട്ടുള്ളതാണ് പരീക്ഷ. ജയിച്ചെങ്കിലേ എടുക്കാനും പറ്റുള്ളൂ. ജയിച്ച് വന്നാൽ എത്ര KSUക്കാർ കാണും? അപ്പോൾ SFIക്കാർ ആരെങ്കിലും രാഷ്ട്രീയമായിട്ട് വെക്കുമ്പോൾ അയാളുടെ രാഷ്ട്രീയം കാഴ്ചപ്പാട് കോടതി ഇയാൾക്ക് അസൈൻ ചെയ്യുന്ന ജോലിയെ ബാധിക്കുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ അവിടെ കുറ്റം പറയാം KSUവിന്. ഇതിലിപ്പം BRM ഷഫീർ, KPCC ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രതികരണം, അഭിപ്രായം ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് അത് വളരെ ഗൗരവകരമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അതൊന്ന് വായിക്കാം. പാർട്ടിയുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന മീഡിയ പാനലിസ്റ്റിനെ ഒരംഗം സർക്കാരിനെതിരെ പരസ്യമായി പ്രതികരിച്ചതിന് ശേഷം പാർട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി പിന്നെ ചാനലിൽ പോയി ഇരുന്നാൽ എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ? ഇയാൾ എന്ത് സംഘടനാ പ്രവർത്തനമാണ്, അനൂപിനെ കുറിച്ചാണെന്ന് തോന്നുന്നു പറയുന്നത്, ഇയാൾ എന്ത് സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ തഴമ്പാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വിളമ്പുന്നത്? എന്തോ ആക്ടിവിസം ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ചർച്ചകളിൽ പങ്കെടുക്കുന്നവരെ ഏകോപിപ്പിക്കാൻ പാർട്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പോൾ നേരത്തെ പല ചർച്ചകളിലും കോൺഗ്രസ് അനുഭാവി എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഇയാളെ പാനലിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ ഔദ്യോഗിക വക്താക്കളെ തീരുമാനിച്ചിട്ടില്ല.
അഥവാ കെ പി സി സിയിൽ ഔദ്യോഗിക വക്താവെന്ന പോസ്റ്റിൽ ആരുമില്ല. ഞാൻ ഉൾപ്പെടെ എല്ലാവരും മീഡിയ പാനലിസ്റ്റാണ്. ടി വിയിൽ മുഖം വരാനുള്ള അവസരം പാർട്ടി നൽകിയതുകൊണ്ട് എന്തൊക്കെയോ പ്രാധാന്യം തനിക്കുണ്ടെന്ന് ധരിച്ചാൽ അത് തള്ളിപ്പറയാതെ പറ്റില്ല. അനൂപിനോടാണ്. ഇയാൾക്ക് ചർച്ചയിൽ ഇനി പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ എന്ത് അവകാശം? മുഖ്യമന്ത്രിയെ സംഘിയാക്കാൻ നടക്കുന്നു. ഇതാണ് പ്രധാനം. BRM ഷഫീർ പറയാണ്, മുഖ്യമന്ത്രിയെ സംഘിയാക്കാൻ നടക്കുന്ന CPM-ന്റെ വാദം ഉന്നയിക്കുന്നവർ എങ്ങനെ കോൺഗ്രസ് പ്രതിനിധിയാകും? നാളെ CPM ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഇയാളുടെ തന്നെ വാക്കുകളാവില്ലേ ആധികാരികത? അതുകൊണ്ട് രണ്ടും കൂടി വേണ്ട. ഒന്നുകിൽ വിമർശിച്ച് സ്വന്തം രാഷ്ട്രീയം കൊണ്ടുപോവുക, അല്ലെങ്കിൽ വിയോജിപ്പുകൾ പാർട്ടിയിൽ പറഞ്ഞ് സർക്കാരിന് കവചം തീർക്കുക. കുമ്പിടി ആവേണ്ട. അഡ്വക്കേറ്റ് BRM ഷഫീർ, KPCC ജനറൽ സെക്രട്ടറി. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് രാജു P. നായർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതും കൂടി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ വ്യക്തത വരുമെന്നാണ് തോന്നുന്നത്. മോഹഭംഗം സംഭവിച്ച ചിലർ പാർട്ടിയുടെ മുഖമായിരുന്നതുകൊണ്ട് സംഘപരിവാറിൻ്റെയും CPM-ൻ്റെയും പണിയെടുക്കുന്നുവെന്ന് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. മോഹഭംഗം സംഭവിച്ച ചില പാർട്ടിയുടെ മുഖമായിരുന്നുകൊണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഉത്തരവാദിത്തത്തോടെ പെരുമാറണം. മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത കണ്ടല്ല അവർ പ്രതികരിക്കേണ്ടത്. സർക്കാരിൻ്റെ ഏതെങ്കിലും തീരുമാനവുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ ആദ്യം ഉന്നയിക്കേണ്ടത് മുഖ്യമന്ത്രിയോടോ ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയോടോ KPCC പ്രസിഡന്റിനോടോ ആണ്. അതിന് മതിയായ പരിഹാരമോ സമാധാനമോ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം പുറത്തറിയിക്കുന്നതൊക്കെ മനസ്സിലാക്കാം. പുറത്തു മാധ്യമങ്ങളിലെല്ലാം പറഞ്ഞതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടതുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി ഉണ്ടാക്കുക എന്നല്ലാതെ മറ്റെന്തു ലക്ഷ്യമാണുള്ളത്? സ്വന്തം പാർട്ടിയിലെ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടത് ഇത്തരത്തിലാണോ? ഏതു നേതാവിനാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ തടസ്സമുള്ളത്? അപ്പോയിൻമെൻറ്റ് വേണ്ടത്? തിരുവനന്തപുരത്തുള്ളപ്പോൾ എത്രയോ നേതാക്കന്മാർ അദ്ദേഹത്തെ നേരിൽ കണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അതിനെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ കണ്ടതുമായി കൂട്ടിക്കെട്ടി പ്രതികരിക്കണമെങ്കിൽ അതത്ര നിഷ്കളങ്കമല്ല. അതാണ് അതിൻ്റെ പോയിന്റ്. അറിയാതെങ്കിലും CPM-ൻ്റെയും നിങ്ങളുടെയും അജണ്ട ഒരുമിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. അറിയാതെങ്കിലും CPM-ൻ്റെയും നിങ്ങളുടെയും അജണ്ട. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞപ്പോൾ പലർക്കും വിഷമമുണ്ടായി. ഒരു കുട്ടി. അതെ. ജീവൻ രക്ഷാ പ്രവർത്തന കേസിൽ MR അജിത് കുമാറിൻ്റെ പങ്ക് പുറത്തു വന്നത് എങ്ങനെയാണ്? ഈ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചവർ നടത്തിയ അന്വേഷണത്തിലല്ലേ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ MR അജിത് കുമാറിൻ്റെ പങ്ക് പുറത്തു വന്നത്? ഈ അന്വേഷണ സംഘം മൊഴിയെടുത്തപ്പോൾ അല്ലേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ചെയ്തതെല്ലാം പറയിപ്പിച്ചത്? അജിത് കുമാറിനെ സംരക്ഷിക്കാനാണെങ്കിൽ എന്തിനാണ് ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്ക് മുൻകൈ എടുത്ത് ആദ്യ യോഗത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്? അല്ലെങ്കിൽ അന്വേഷണം മർദ്ദകരിൽ മാത്രം പരിമിതപ്പെടുത്താമായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും അത്ര നിഷ്കളങ്കമല്ല ഏത് ഈ വരുന്ന പരാമർശങ്ങൾ, അഭിപ്രായങ്ങൾ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് രാജു P. നായരാണ്, മറ്റൊന്ന് BRM ഷഫീറാണ്. എന്ത് തോന്നുന്നു ഇവർ രണ്ടുപേരുടെയും അഭിപ്രായം? ഇതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലുള്ള കോൺഗ്രസിൻ്റെ സൗന്ദര്യമാണിത്. ആ സൗന്ദര്യത്തെ യഥാർത്ഥത്തിൽ VD സതീശൻ പറഞ്ഞതുപോലെ നമ്മളും ജനങ്ങളും ആസ്വദിക്കുകയാണ്. വാസ്തവത്തിൽ ജനങ്ങൾ ആസ്വദിക്കുകയാണ്. കാരണം വിവിധ അഭിപ്രായങ്ങളാണ് വരുന്നത്. ഒരാൾ അനുകൂലിക്കുന്നു, മറ്റേയാൾ എതിർക്കുന്നു, വീണ്ടും അനുകൂലിക്കാനായിട്ട് മറ്റൊരാൾ വരുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ യഥാർത്ഥ ജനാധിപത്യ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇതൊരിക്കലും തർക്കമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് ഏതെങ്കിലും രീതിയിലുള്ള അപകട സൂചനകളൊന്നുമല്ല എന്നാണ് യഥാർത്ഥത്തിൽ വിലയിരുത്തേണ്ടത്. കാരണം ഇപ്പോഴും തോറ്റു തുന്നം പാടിയിട്ടും 35 സീറ്റിലേക്ക് ഒതുങ്ങിയിട്ടും ഒരു പ്രധാന നേതാവിൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും അതിന് കാരണമായിട്ടും ഒരക്ഷരം മിണ്ടാതെ ഓച്ചാനിച്ച് നിൽക്കുന്ന കുറേയധികം അടിമകൾ ഈ നാട്ടിലുണ്ട്. ആ അടിമകൾക്കുള്ള യഥാർത്ഥ സന്ദേശമാണ്, അല്ലെങ്കിൽ അവർ കണ്ടുപഠിക്കേണ്ട ഒരു മാതൃകയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ മുഖ്യമന്ത്രിയെ വിമർശിക്കാനുള്ള അവകാശം, റൈറ്റ് പോലും ഇതിൻ്റെ അകത്തുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല, അവർക്കാർക്കും TP ചന്ദ്രശേഖരൻ്റെ ഗതി ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പും കൂടെ ആവും. പിണറായിയെ വിമർശിക്കാൻ പോയ TP ചന്ദ്രശേഖരൻ എന്നാ പറ്റിയെന്ന് കണ്ടു. 51 വെട്ട്. ഇതൊരു മുട്ടുസൂചി കൊണ്ട് പോലും ഇവരെ കുത്തിനൊലിപ്പിക്കാൻ, മുറിവേൽപ്പിക്കാൻ ആരും വരില്ല എന്നുള്ള ആത്മധൈര്യവും സതീശനെ വിമർശിക്കുന്ന ഈ കോൺഗ്രസ്സുകാർക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു.